പ്രാണനെ വരിഞ്ഞു മുറുക്കി പോലും. വയലാർ എഴുതോ ഇത്രയും മനോഹരമായ വരികള്? അതെ, ചിലരുടെ പ്രാണനെ വരിഞ്ഞു മുറിക്കേണ്ടി വരും. സ്നേഹം കൊണ്ടല്ല, കയറുകൊണ്ട്. കാലപാശം കേട്ടിട്ടില്ലേ? മരുന്നും വെള്ളം മുറിയിൽ വെച്ചേക്കാം. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ചു വരുന്നേ? അവൻ എന്തെങ്കിലും പറഞ്ഞോ? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതൊന്നും കാര്യമാക്കണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇത് പറ്റിയ സമയമാ. അവൻ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോഴേ നയത്തിലും തഞ്ചത്തിലും ഒക്കെ അടുത്തു കൂടി എങ്ങനെയെങ്കിലും അവന്റെ മനസ്സിൽ കയറി പറ്റണം. അങ്ങനെ കയറി പറ്റണമെങ്കിലേ ആദ്യം അവിടെ കൂടിയിരിക്കുന്ന മൂദേവി അടിച്ച് പുറത്താക്കണ്ടേ? അത് വേണം. അതൊക്കെ ചന്ദ്രമോളുടെ മിടുക്ക് പോലെ ഇരിക്കും. തപസ്സിലിരിക്കുന്ന വിശ്വാമിത്രന്റെ മനസ്സ് മാറ്റാൻ പറ്റുമായിരിക്കും. പക്ഷെ സദാസമയവും ദേവികാ മന്ത്രവും ജപിച്ചിരിക്കുന്ന സിദ്ധേട്ടന്റെ മനസ്സ് മാറുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. നീ എന്താ മോളെ ഇങ്ങനൊക്കെ പറയുന്നേ? നീയും തോറ്റു പിന്മാറുകയാണോ? എന്റെ ചേച്ചിയമ്മേ, ഞാനിപ്പോ മുകളിലേക്ക് ചെന്നപ്പോ സിദ്ധേട്ടൻ അവിടെ ഇരുന്ന് ദേവികയായിട്ട് ഫോണിൽ കൊഞ്ചി കൊഴിയാ. അയ്യേ, എനിക്കത് സഹിക്കാൻ പറ്റുമോ? ഇത്ര നാണം കെട്ടവനായി പോയല്ലോ എന്റെ അനിയൻ. എത്ര പറഞ്ഞാലും അവൻ പഠിക്കില്ലെന്ന് വെച്ചാ? എന്ത് പഠിക്കുന്ന കാര്യമാ പ്രേമി? നീ വീണ്ടും പ്രീ ഡിഗ്രി എഴുതാൻ പോവാണോ? ദേ മനുഷ്യ, എന്നെയും കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എന്നെയും കൊണ്ട് പ്രീ ഡിഗ്രി എഴുതിപ്പിക്കാൻ നോക്കാതെ നിങ്ങൾ പോയി കുഞ്ഞളിയനെ ഒന്ന് ജീവിക്കാൻ പഠിപ്പിക്കും. കുഞ്ഞളിയനെ ജീവിക്കാൻ ആരും പഠിപ്പിക്കണ്ട. അതെങ്ങനെ വേണമെന്ന് കുഞ്ഞളിയൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനം മാറ്റാൻ ആര് ശ്രമിച്ചാലും നടക്കത്തുമില്ല. അതുകൊണ്ട് പ്രേമ അതിനു വേണ്ടി വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അതിന് പ്രേമ വെച്ച വെള്ളം അങ്ങനെ അങ്ങ് വെറുതെ വാങ്ങി വെക്കത്തില്ല. നിങ്ങൾ കണ്ടോ? കാണാം കാണാം. കിട്ടിയ അടിയുടെ ചൂട് പോരെങ്കിലേ ഞാൻ അച്ഛനോട് പറയാം. വേണോ? ചേട്ടച്ചൻ പറഞ്ഞിട്ട് പോയത് ചേച്ചമ്മ കേട്ടല്ലോ. ഇപ്പൊ ഇവിടുത്തെ അച്ഛനും ചേട്ടച്ചനും എല്ലാം ദേവികയ്ക്കും സിദ്ധേട്ടനും ഒപ്പം. അവരൊന്നിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ ഈ ചന്ദ്ര ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. എന്നെ കറിവേപ്പില പോലെ പുറന്തള്ളാനാണ് ഭാവമെങ്കിൽ വെച്ചേക്കില്ല ഞാൻ ആരെയും. എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. മനസ്സിലായോ ചേച്ചിമ്മയ്ക്ക്? എന്റെ പൊന്ന സിദ്ധു, ആ പെണ്ണിന്റെ പ്രാർത്ഥന കൊണ്ടുകൂടിയാ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ദേവിക പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കതറിയാം. ഓ, ഒരു ദേവിക! എടാ, ഞാൻ പറഞ്ഞത് അതല്ല, നമ്മുടെ ചന്ദ്രമോളുടെ കാര്യമാ. നീ അവളെ കെട്ടിയില്ലെങ്കിലേ പിന്നെ ഇവിടെ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തും സംഭവിക്കട്ടെ. ഞാനായിട്ട് കയ്യിലെടുത്ത് പിടിച്ച തീവട്ടി അല്ലല്ലോ അത്. ചേച്ചി കൊണ്ടുവന്നതല്ലേ. അപ്പോ ആ തീ അണയ്ക്കേണ്ട ചുമതലയും ചേച്ചിക്ക് തന്നെയാ. എന്റെടാ, നിന്റെ ഭാവി ഓർത്തിട്ടല്ലേടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെ ഭാവി? അവളെ കെട്ടിയാലേ എന്റെ ഉള്ള ആയുസ് കൂടി പെട്ടെന്ന് തീരും. പെണ്ണൊരുമ്പെട്ടാലെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. ഇത്രയും നാൾ ഇവിടെ വന്ന് താമസിച്ചിട്ടേ നാളെ വേറൊരാളെ കെട്ടി അവക്ക് ജീവിക്കാൻ പറ്റുമോ? ആ കൊച്ചിന്റെ ഭാവി എന്താവും? അതൊക്കെ ബാഗും തൂക്കി ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ആലോചിക്കണമായിരുന്നു. അതെങ്ങനെയാ? വളഞ്ഞ വഴിയിലൂടെ ക്രിയേറ്റ് ചെയ്യുക എന്നതായിരുന്നല്ലോ ഉദ്ദേശം. എടാ മോനെ, എന്തായാലും ഇങ്ങനൊക്കെ സംഭവിച്ചു. നമ്മളെ വിശ്വസിച്ച ആ കൊച്ചി ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത്. നീ മാന്യനാണെന്നും അവക്കൊരു ദോഷവും സംഭവിച്ചിട്ടില്ലെന്നും നമുക്കല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ചേച്ചിയമ്മയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ അവളോട് എന്തോ തെറ്റ് ചെയ്തു. അതിന് പ്രായശ്ചിത്തമായിട്ട് അവളെ കെട്ടണമെന്നാ പറയുന്നതെന്ന്.
ദേവിക എന്ന ആ പാവത്തിനോടുള്ള വൈരാഗ്യമാണ് ചേച്ചിയമ്മ ഈ വൈതരണയിൽ കൊണ്ടിട്ടേക്കുന്നത്. അതുകൊണ്ട് ചേച്ചിയായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രശ്നത്തിനുള്ള പരിഹാരവും ചേച്ചി സ്വയം കണ്ടെത്തിയാൽ മതി. മോനെ, ഞാൻ ചേച്ചി വേണ്ട, ഈ കാര്യത്തിൽ ഇനി ഒരു സംസാരവുമില്ല. ചേച്ചി, ഇനി എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കാൻ സൗകര്യവുമില്ല. എന്റെ ഒപ്പം ദേവിക വരാൻ തയ്യാറായാൽ അവളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് തന്നെ വരും. ചേച്ചിക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒരു നിലവിളക്കുമായിട്ട് കാത്തു നിൽക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അച്ഛനും അളിയനും കാണും. തലയിലെ ചുറ്റിക്കെട്ടൊക്കെ അഴിച്ചു മാറ്റിയതോടെ നിത്യക്കൊച്ചിന്റെ മുഖത്ത് പഴയ ഐശ്വര്യം വന്നു, അല്ലേ പാർവതി? അതെ, പക്ഷേ മുടിയൊക്കെ ഒരു വിധമായി. ഇനി നല്ല എണ്ണ വല്ലതും വാങ്ങി തേക്കണം. എണ്ണയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അമ്മേ. നമ്മുടെ തൊടിയില് നല്ല കറ്റാർവാഴയും ചെമ്പരത്തിയും കയ്യോന്നിയൊക്കെ ഇല്ലേ? അതൊക്കെ ഇട്ട് നല്ല ഒന്നാന്തര എണ്ണ നിത്യമോൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിക്കോളാം. ചെമ്പരത്തി അല്ലടി, ചെമ്പരത്തി പൂവ്. അത് പറിച്ചേ നീ നിന്റെ തലയിലേക്ക് അങ്ങ് വെച്ചാ മതി. അവള് പുതിയ ഓരോരോ അടവും കൊണ്ട് വന്നേക്കുന്നു. എണ്ണ കാച്ചാൻ പോലും. നീ കാച്ചി ആ എണ്ണ അവള് തേച്ചാലേ കൊച്ചിന്റെ മുടി മാത്രമല്ല, അവളുടെ തലയും കൂടെ പോവും. ആ അതെ, നിങ്ങളുടെ എണ്ണയൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരാനേ ഇവിടെ എന്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. അത് ശരി. നിത്യമോളെ, എണീറ്റ് നിൽക്കാറായപ്പോ നീ വീണ്ടും പഴയതുപോലെ ആയല്ലേ? അച്ഛാ വേണ്ട, ഒന്നും പറയണ്ട. ആ, പറയാതിരുന്നാ ഒന്നും ശരിയാകത്തില്ല മോളെ. ഇവിടെ നടക്കുന്നൊക്കെ കണ്ടും കേട്ടും തന്നെ ഞാൻ ഇരിക്കുന്നേ. നടന്നൊന്നും നിത്യമോക്ക് ഓർമ്മയില്ലായിരിക്കും. പക്ഷെ ഓർമ്മയുള്ളവർ പലതും മറക്കുമ്പോ ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? നീയേ കിടന്ന കടപ്പിന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ദിവ്യശക്തിയിൽ എണീറ്റ് വന്നു.